ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇന്ന് എന്റെ മാമന്റെ കല്യാണമാണ്. എന്നാ പിന്നെ ഒരു കല്യാണ വ്ളോഗ് അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് പണ്ടൊക്കെ മണ്ണപ്പം ചുട്ട് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളും മാമന്മാരൊക്കെ. വലിയ ആൾക്കാരായി, പെണ്ണ് കെട്ടാനയക്കണ എല്ലാരും. ഹുയോ കെട്ടാനയക്കണെന്നല്ല, കെട്ടി തുടങ്ങിയൊരു തലക്കെന്ന്. അപ്പൊ കല്യാണത്തിന് പോയി വരുന്ന വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാണ്. വൈക്കുന്നെടുക്കാനുള്ള സാധനങ്ങളൊന്നും മറന്നിട്ടില്ല. കുഞ്ഞി, പൂമോള്, കുഞ്ഞാമ്മ എല്ലാരും എടുത്തിട്ടാ വന്നിക്കണത്. ഞങ്ങളാണെങ്കിൽ എല്ലാരും കൂടി ചുരിദാറൊക്കെ ഇട്ട് വലിയ പമ്പർനോത്തിയാളായിട്ടാ പോന്നിക്കണേ. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. എല്ലാരും ഷറാറൊക്കെ ഇട്ട് വന്നപ്പോ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മളിതാ വണ്ടിയൊക്കെ ഇറങ്ങി സ്ഥലത്തെത്തി. സ്റ്റേജും പന്തലൊക്കെ താഴെയാണ് കെട്ടിയതെങ്കിലും നേരെ ആദ്യം പെരീക്ക് പോയി. അവിടെ ചെന്നാലേ കണ്ണാടി നോക്കി ഒന്ന് ടച്ചപ്പും പിന്നെ ചായയും കിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പന്തൽക്ക് ഇറങ്ങി പോന്നു. ഹൈവ, നമ്മളമ്മമ്മ അവിടെ സുന്ദരിയായിട്ട് നിക്കണ്. ഇമ്മമ്മ മാത്രോ കുടുംബക്കാരും ഒത്തുണ്ടാവുമല്ലോ. എല്ലാരോടും കഥ പറഞ്ഞൊരു വൈക്കായി. പോരാത്തതിന് എപ്പോഴും കേൾക്കുന്ന കോമൺ ചോദ്യം, എന്നാ മോളെ കല്യാണം? അടുത്ത മാസം 10-ാം തീയതി, തലേന്ന് തന്നെ വരണം. ആ പാട്ടോട് പാടിക്കൊടുക്കലിഞ്ഞ് ചോദിക്കണവർക്ക്. ഇതൊക്കെ പിന്നെ എന്റെ ബാക്കി വാനരപ്പട സെറ്റുകളാട്ടോ. ജീവിതത്തിൽ പഠിച്ചോന്ന് എനിക്ക് ക്ഷാമല്ലാതെ തന്നൊരു കാര്യമാണ് കസിൻസും ഫ്രണ്ട്സും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു ഗ്യാങ് ആയിട്ടായിരിക്കും എല്ലായിടത്തും പോവുക. കലബില സൗണ്ട് അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. ചോറുന്നാ നിൽക്കുമ്പോഴും അടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്ത് ഇരിക്കണം പറഞ്ഞിട്ട്. ഇന്നാലല്ലേ 10 കഥ പറഞ്ഞ് ചോറുന്നാൻ പറ്റുള്ളൂ. പോത്ത് ബിരിയാണി ആവോ എന്നുള്ള പേടിയാണ് എനിക്ക്. ചിക്കൻ ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടമായി. ചിക്കൻ ബിരിയാണി ഉണ്ട് കണ്ടപ്പോക്കിനും പിന്നെ ഞാൻ പരിസരം മറന്നു. അങ്ങനെ ആസ്വദിച്ച് നല്ല ബിരിയാണി ഒക്കെ സാപ്പിട്ടുകൊണ്ട് നിൽക്കേ നമ്മള്. തിന്നുമ്പോ പോലും വാ അടക്കി വെക്കൂല. ചവക്കണേന് പുറമെ വർത്താനം പറഞ്ഞിട്ടും വായിക്ക് ഇഷ്ടം പോലെ പണിയെടുത്തോളും. 1.5 മണിക്കാണ് നിക്കാഹ്. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോക്കിനും ചെക്കന് പോവാനുള്ള കാറൊക്കെ റെഡിയായി. അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ദേ പുറത്തൊരു ഐസ് വണ്ടിക്കാരൻ. നമ്മക്കെന്ത് കല്യാണം സ്റ്റാൻഡേർഡ്. ഐസ് വണ്ടിയൊക്കെ കണ്ടാല് പക്കാ ലോക്കല. ഞങ്ങള് ആപ്പാപ്പാന്റെ മൂട്ടുകൂടെ നടന്ന് സോപ്പിട്ട് പൈസ വാങ്ങി ഞങ്ങള് നേരെ ഐസ് വണ്ടിക്കാരന്റെ അടുത്ത് പോയിട്ട് നല്ല ഐസ് അങ്ങോട്ട് വാങ്ങി. അപ്പൊ അടുത്തടി എനിക്ക് ഐസിന്റെ ഫ്ലേവർ ഓറഞ്ച് വേണ്ട, മാംഗോ മതി, എനിക്ക് അത് വേണ്ട, ചോക്ലേറ്റ് മതി. അങ്ങനെ അതും തിന്നോണ്ടിരിക്കുമ്പോഴാണ് ചെക്കൻ ഇറങ്ങാൻ അയക്കണത്. ഇന്റെ മാമനങ്ങൾക്കാർക്കും കാണിച്ചു തന്നില്ലല്ലോ. അപ്പൊ കണ്ടോളി, ഇതാണ് നമ്മളെ കല്യാണ ചെക്കൻ. സൂപ്പർ ആയിട്ടില്ലേ? ഇനിയുണ്ട് മാമന്മാര് കെട്ടാനായിട്ട് 3-4 എത്ര കല്യാണങ്ങൾ ഇപ്പൊ ഇതുപോലെ നടത്താനുള്ളത്. ഇനി ചെക്കന്റെ കൂടെ പെണ്ണിനെ കൂട്ടാൻ പോണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ 6 ആൾക്കും കൂടി ഒരു വണ്ടി കിട്ടിയ അത്രയും സന്തോഷം നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ദാ കിടക്കണു നമ്മുടെ അമ്മായി കാക്കാന്റെ വെള്ളിമൂങ്ങ. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ കസിൻസ് എല്ലാരും കൂടി കേറിയിട്ട് വെച്ചങ്ങോട്ട് പിടിച്ചു. ഹലോ മുടിയൊക്കെ ഹലോ ഗായ്സ്, ഞങ്ങൾ പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോവാണേ. സ്റ്റാൻഡേർഡ് ടീമായതുകൊണ്ട് വെള്ളിമൂങ്ങയിലൊക്കെയാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ വെള്ളിമൂങ്ങയിലൊക്കെയാണ് പോണത്. എസ്പെഷ്യലി വെള്ളിപ്പാട് ചീനിക്കൽ ഫാമിലി. ഞാനൊരു വ്ളോഗർ ആയതോടുകൂടി ഇപ്പൊ എല്ലാരെ വായിലും വാ തുറന്ന ഗൈസ് മാത്രമേ വരുള്ളൂ. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ചീനിക്കൽ ഫാമിലിയിൽ ഞാനാ വ്ളോഗർ പാത്തുന്ന്. പക്ഷെ ഇന്നേക്കാൾ വലിയ വ്ളോഗർ പാത്തുമാരൊക്കെ ഞാൻ കാണിച്ചു തരണോ? വെള്ളിമൂങ്ങയിലാണ് പോണത്. വണ്ടി ഓടുന്നത് മുഹമ്മദ് അജ്മലാൻഡ് അസ്ലം. വഴി പോലും അറിയാതെ ഞങ്ങൾ തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഡ്രൈവറിനെ പരിചയപ്പെടുത്തി തരാം. അസ്ലമേ, ഡ്രൈവർമാർ നാണാണ് അവർക്ക് ഭയങ്കര നാണാണ് ഗൈസ്. അതുകൊണ്ട് നമ്മള് പ്രത്യേകിച്ച് അധികം എടുക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് എത്ര നേരം കൊണ്ടാക്കിയെന്ന് അറിയോ? പോലും അറിയാതെ പോവാണ് ഇങ്ങനെ. കാട്, മല, പുഴ അതൊക്കെ താണ്ടി പോവാണ് ഞങ്ങള്. നിർത്തിയിട്ട് ഇങ്ങനെ എടുക്ക്. ഒറ്റ നിമിഷത്തിനുള്ളിൽ എല്ലാരും ഇന്നെക്കാൾ വലിയ വ്ളോഗർമാരൊക്കെ അയക്കണ്. പിന്നെ ഗൈസും ഗുയിസൊക്കെ പറയാൻ ഞാൻ മെനക്കെടേണ്ടി വന്നിട്ടേ ഉണ്ടായില്ല. പറച്ചിലും വീഡിയോ എടുക്കലും ആക്ഷനും കട്ടും അഭിനയും ഒക്കെ ഓലെന്നെയിനു. പെണ്ണിന്റെ വീട് കുറച്ചു ദൂരം പോവാനുണ്ട്. ഞങ്ങക്ക് പിന്നെ ടൗണ് വരെയുള്ള വയ്യ അറിയുള്ളൂ, വീട്ടിലേക്കുള്ള വയ്യൊന്നും അറിയില്ല. പക്ഷെ പോക്കിനും അഹങ്കാരത്തിനോട്ട് ഒരു കുറവുമില്ല. പിന്നെ നമ്മളെ കൂട്ടക്കാരെ വണ്ടിയൊക്കെ പോണത് കണ്ട് അതിന്റെ ബാക്കിൽ വെച്ചങ്ങോട്ട് പിടിപ്പിച്ചു. അങ്ങനെ പെണ്ണിന്റെ വീട്ടിന്റെ അവിടെ എത്തി. നല്ല ലൊക്കേഷൻ ഒന്ന് കണ്ടപ്പം വേഗം ഇറങ്ങി ഫുൾ ഫോട്ടോ എടുപ്പ് ചെയ്യുന്നു.
കല്യാണമായ 10 ഫോട്ടോ മസ്റ്റ് ആണ്. ഈ ഏസ്തെറ്റിക്കാന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഇൻസ്റ്റയിലെ സ്റ്റോറിയിൽ വെതറിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് അതും കണ്ടിട്ട് ആരെങ്കിലും ഗൊള്ളാം എന്ന് പറയുന്നത് നോക്കിയിരിക്കണേന്റെ ഒരു ഇരുത്തത്തിന്റെ സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെ കേട്ടോ. ചെക്കനും കൂട്ടനും നേരെ പള്ളിക്ക് പോയിക്കാണ് നിക്കാഹിന് വേണ്ടിയിട്ട്. ഓലും കൂടി വന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പെണ്ണിന്റെ വീട്ടിലോട്ട് കേറാന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ അങ്ങനെ നിക്കണത്. ഇതൊക്കെ എന്റെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ. എന്തൊക്കെ തരത്തിലും പോസിലാ മക്കള് ഫോട്ടോ ഒക്കെ എടുക്കണ നോക്ക്. ഞാൻ പിന്നെ 2K കിട്ടൊക്കെ ആണെങ്കിലും 2002 അതായത് തുടക്കത്തിലാണ്. അപ്പൊ ഇവരെ കൂട്ടത്തില് മൂത്തതായതുകൊണ്ട് കുറച്ച് തള്ള വൈബ് ഉണ്ട്. അപ്പൊ ഇത്ര കോഷ്ടികൾ ഞാൻ കാണിക്കൂല. അപ്പൊ നിക്കാഹ് കഴിഞ്ഞ് ചെക്കൻ വന്നു. നേരെ പെണ്ണിന്റെ വീട്ടിൽ കയറി മഹറൊക്കെ കെട്ടി ചായയൊക്കെ കുടിച്ച് അവിടുന്ന് നേരെ തിരിച്ച് നമ്മള് വീട്ടിക്ക് പോന്നു. പിന്നെ ചെക്കന്റെ ഇവിടെ കുറച്ചു നേരം ഫോട്ടോ എടുപ്പും ചായ കൂടിയൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി. നമ്മുടെ കല്യാണത്തിന്റെ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ച ചെക്കന്റെ ഏട്ടനാണിത്. ചെക്കന്റെ ഏട്ടന് അഭിവാദ്യങ്ങൾ. അങ്ങനെ പറഞ്ഞു മാമന്റെ കല്യാണം കഴിഞ്ഞു. ഒട്ടുമിക്ക എല്ലാ കുടുംബക്കാരെയും കാണാൻ പറ്റി. യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം ഒരു 6-7 മണി ആയിട്ടുണ്ടായിരുന്നു. ഇരുട്ടി തുടങ്ങിയോണ്ട് ബസ് കിട്ടുമോന്നൊരു ഡൗട്ട് ആയിരുന്നു. പക്ഷെ സമയത്തിന് ബസ് കിട്ടി. നേരെ വീട്ടിലെത്തി ഫ്രഷ് ആയെന്ന് കിടന്നപ്പോഴേക്കും അൽഹംദുലില്ലാ എന്തൊരു സുഖം അറിയോ. മൈലാഞ്ചൊന്നും ഇടാൻ നേരം കിട്ടാത്തോണ്ട് ആകെ അത്ര ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നാലും അതിന്റെ ചുവന്ന കളറിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഏതായാലും കല്യാണ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.